ദയവായി വീഡിയോ മുഴുവൻ കാണുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ കാര്യം സുഹൃത്തുക്കളെ, നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് വീട്ടിലുള്ളവരോട്, ഭാര്യമാരോട് കണക്കുകൾ മാത്രം സംസാരിക്കുക എന്നത് ഒഴിവാക്കണം. സാമ്പത്തിക, ഞാൻ അന്ന് അയച്ച പൈസ എന്ത് ചെയ്തു, അത് എന്ത് ചെയ്തു, മറ്റേതങ്ങനെ കണക്കുകൾ മാത്രം ഒരു അക്കൗണ്ടൻ്റായ രീതിയിൽ ഭാര്യയെ കാണുന്ന പലരുമുണ്ട്. പല അനുഭവങ്ങളും ഉണ്ട്. നമ്മൾ തന്നെ കമൻറ്റ് ബോക്സിൽ തന്നെ അതേപോലെ ഷഹല ആവാതിരിക്കട്ടെ എന്ന് ഇയാളെ കുറിച്ച് കേൾക്കുമ്പോൾ വളരെ മോശമായിട്ടാണ് അറിയാൻ സാധിച്ചത്. ആരും ഇന്നത്തെ കാലത്ത് നല്ലതല്ല ഈ പറയുന്നത്. ഞാൻ അത്ര വലിയ നല്ലതാണെന്നല്ല. ഇയാൾ കഞ്ചാവും പല വീക്ക്നെസ്സും ഉണ്ടെന്നാണ് അറിയാൻ പറ്റിയത്. ഈ റാഫി എന്ന് പറഞ്ഞ ഈ നായൻ്റെ റാഫി, അങ്ങനെയാണ് ഇയാൾ അറിയപ്പെടുന്നത്. എന്തായാലും ഷഹലക്കൊന്നും വരാതിരിക്കട്ടെ, ജീവിതം സേഫ് ആവട്ടെ. മക്കളെയും ഭാര്യയെയും നോക്കാൻ പറ്റാത്ത ഒരുത്തൻ മറ്റൊരുത്തന്റെ ഭാര്യയും കുഞ്ഞിനെയും എങ്ങനെ നോക്കും, എങ്ങനെ സ്നേഹിക്കും? അവളുടെ കയ്യിലെ പൈസയും സ്വർണവും ഒക്കെ തീർന്നു കഴിയുമ്പോ അവളെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞിട്ട് ഈ ഇരുന്ന് സംസാരിക്കുന്ന ഞങ്ങളടക്കം ബാക്കിയുള്ള റിയാക്ഷൻ ചാനലുകളും അതെടുത്ത് സംസാരിച്ചില്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ വിളിച്ചു. ബാലുശ്ശേരിയിൽ നിന്ന് ഒരു പ്രവാസിയുടെ ഭാര്യ 7 വയസ്സുള്ള ഒരു കുഞ്ഞിനെയും കൊണ്ട് ഒരുത്തൻ്റെ കൂടെ ഒരു മൊബൈൽ ഷോപ്പുകാരൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയ വിവരങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം കഴിഞ്ഞ ദിവസം ഇവരെ പിടിക്കുകയുണ്ടായി. വാളയാർ, പാലക്കാട് ജില്ലയിലെ വാളയാറിൽ വെച്ചിട്ട് പിടിക്കുകയുണ്ടായി. ഇപ്പം ഞെട്ടിക്കുന്ന കുറച്ച് വിവരങ്ങളാണ് പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഷഹല എന്ന് പറയുന്ന ഈ ഒരു യുവതിയുടെ അവസ്ഥ ഭയങ്കര കഷ്ടം തന്നെയാണ്. ഇത് ഇതുപോലുള്ള ശകലന്മാർ, ഒളിച്ചോടി പോകുന്ന ശകലന്മാർക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. കാരണം ഇനി ഇതുപോലെ ചാടിപ്പോവാൻ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ കാണും. കാരണം അവരിലേക്ക് വീഡിയോ എത്തണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. കാരണം ഇതൊക്കെ ഓരോ അനുഭവങ്ങളാണ്. ഇപ്പം ഈ ഷഹല എന്ന് പറയുന്ന യുവതി പേര് വഴിയിലായി. കെട്ടിയവൻ്റെ വീട്ടുകാർക്കും വേണ്ട, ഈ പറഞ്ഞിട്ടുള്ള ഒളിച്ചോടി പോകാനുണ്ടല്ലോ റാഫി, അവനിക്കും വേണ്ടാത്ത അവസ്ഥയാണ്. ഒന്നാലോചിച്ച് നോക്കിയേ, ആരെ ഭാവി പോയി, ആരെ ജീവിതം തകർന്ന്, ഈ ഇറങ്ങിപ്പോയ പെണ്ണിൻ്റെ ജീവൻ തകർന്ന്. ഒന്നാലോചിച്ച് നോക്കി. അതുകൊണ്ട് എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണം. നമ്മൾ മുമ്പേയൊക്കെ ചെയ്ത വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്തുകൊണ്ടാണ് 10 പേരിലോട്ട് വീഡിയോ എത്തിയതും. ഈ കുട്ടിയെ, ശാലായെയും പിന്നെ ഇവനെയും എങ്ങോട്ടെങ്കിലും പോട്ടെന്ന് ചോദിക്കാം, പക്ഷെ ആ കുട്ടിയെ കണ്ടെത്തി സേഫായിട്ട് കുട്ടിയുടെ ഫാദറിൻ്റെ കയ്യിൽ എത്താൻ സഹായിച്ചതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള ആളുകൾ ചെയ്ത വീഡിയോസ് കണ്ട ആളുകൾ ഇവരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് വാളയാർ ചെക്ക് പോസ്റ്റിൽ വെച്ചിട്ട് ജനങ്ങൾ ഇവരെ പിടികൂടിയത്. അപ്പോൾ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ ഈ ശകല കാണിച്ചത് ഒട്ടും ന്യായീകരിക്കാൻ പറ്റുന്ന കേസല്ല. അപ്പം ഈ ശകല കാണിച്ചതിനോട് ഒട്ടും ഈ തെറ്റ് എന്ന് വെച്ചാൽ ഇതിനെ ന്യായീകരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഈ കാണിച്ചത് ഒട്ടും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന കേസല്ല. അപ്പോൾ ശകല കാണിച്ചതിനോടും താല്പര്യമില്ലാത്ത ആളുകൾ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കണം. ശകലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് ഒക്കെ വരുന്ന സമയത്ത് വീഡിയോ ഉറപ്പായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പം ഞാൻ ഇവിടെ ഒരു വീഡിയോ, അത് കഴിഞ്ഞിട്ടൊരു വീഡിയോ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ കാണണം. പ്രത്യേകിച്ച് പ്രവാസി സുഹൃത്തുക്കൾ, എനിക്ക് ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളുണ്ട്. അപ്പം ഞാനും ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളുടെ സൗഹൃദങ്ങൾ ഞാനും കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഇവരൊക്കെ ഈ ഞാനൊരു വീഡിയോയിൽ പറയുന്ന 5 കാര്യങ്ങൾ ഇവരൊക്കെ ഉറപ്പായിട്ടും ഇത് കേൾക്കണം, കാണണം. കാരണം നാളെ ഇതുപോലൊരു അവസ്ഥ നിങ്ങളുടെ കുടുംബത്തും വരാതിരിക്കണമെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ പ്രവാസി സുഹൃത്തുക്കൾ കൂടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യാതിരിക്കല്, എല്ലാവരും ലൈക്ക് ചെയ്യണം. കാരണം ഇനി ഒരു ശകലമാരും ഒരു പ്രവാസിയുടെ കണ്ണീരും നമ്മുടെ ഈ കേരളത്തിൻ്റെ മണ്ണിനകത്ത് വീഴരുത്. അതിനാണ് പറയുന്നത്. ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. എന്നാൽ മാത്രമേ 10 പേരിലേക്ക് വീഡിയോ എത്തത്തുള്ളൂ. അല്ലാതെ വേറെ ഒന്നുമില്ല. ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും, ഈ നാണം കെട്ടിട്ടെങ്കിലും ഇനി ഒരുത്തനും ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങൾ കാണിക്കില്ല. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു വീഡിയോ വെച്ച് തരാം. തൃശ്ശൂർ ഇതിന് മുമ്പൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതും കൂടെ ഞാൻ ഇതിനകത്ത് വെച്ച് തരാം. തൃശ്ശൂർ സ്വന്തം ചേട്ടത്തിയുടെ ഭർത്താവ് അനിയത്തിയും വൈഫിൻ്റെ അനിയത്തിയും കൊണ്ട് ഒളിച്ചോടി പോയൊരു സംഭവം നമ്മൾ ലൈവിനകത്ത് വന്ന് പറയുന്നതല്ല, നമ്മൾ കണ്ടതാണ്. ആ ഒരു ക്ലിപ്പും കൂടെ വെച്ച് തരാം. ഇതൊക്കെ അനുഭവമാണ്. എത്ര മലയാളികൾ വന്നാലും കൊണ്ടാലും പഠിക്കത്തില്ല എന്നുള്ള അനുഭവമാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇനി ഉണ്ടാവാതിരിക്കണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കടന്നിട്ട് ചീഞ്ഞ് നാറണം. അതാണ് വേണ്ടുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ ഒരു ക്ലിപ്പ് വെച്ച് തരാം. നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ഒരു വീഡിയോ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതിന് മുമ്പ് ഞാൻ ആദ്യം ഒരു പോസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിൽ പറഞ്ഞേക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒളിച്ചോടിപ്പോയ പ്രവാസിയുടെ ഭാര്യയെ സ്വീകരിക്കുകയില്ലെന്ന്. പ്രവാസി എങ്ങനെ സ്വീകരിക്കാനാണ്? സമൂഹത്തിന് മുമ്പിൽ അയാൾ ഇത്രയും നാണം കെട്ട് തരിപ്പണമായി. ഇനി എങ്ങനെ സ്വീകരിക്കാം? അല്ലേ തന്നെ ഒരുത്തിൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി ലോകം മൊത്തം ചുറ്റിക്കറങ്ങി
വന്ന ഒരുത്തി എങ്ങനെ അയാൾ സ്വീകരിക്കും? അയാൾക്ക് ആ കുഞ്ഞിനെ അയാൾക്ക് കൊടുത്തു കെട്ടി. ഇനി അയാൾ ആ കുഞ്ഞിനെ പൊന്നുപോലെ ആ കുഞ്ഞിനെ അയാൾ നോക്കി അയാളുടെ ജീവിതവും ആയിട്ട് അയാൾ മുമ്പോട്ട് പോട്ടെ. വിശ്വാസവഞ്ചന കാണിച്ച ആളെ എങ്ങനെ സ്വീകരിക്കുമെന്നാണ് ആ പ്രവാസി യുവാവിൻ്റെ ചോദ്യം. ഈ തീരുമാനത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്ത് വീഡിയോ ലൈക്കും കൂടെ ഒന്ന് ചെയ്തേരെ, ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ. അപ്പം ഞാൻ ഈ പ്രവാസിയുടെ കൂടെയാണ്. കാരണം ഈ ലൈഫിന് ഈ ദാമ്പത്യ ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ നിയമപരമായിട്ട് പോകാനുള്ള എല്ലാ സിസ്റ്റവും ഇന്നത്തെ കാലത്തുണ്ട്. പക്ഷേ ഇതുപോലുള്ള വീട്ടിൽ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് വേറെ ഏതെങ്കിലും വല്ലവൻ്റെ കൂടെ ഒളിച്ചോടി പോകുന്ന, അതും അയാൾക്കും കുടുംബമുള്ള ഒരുത്തൻ്റെ കൂടെ, ഇവിടെ ഈ ഒരാളെ മാത്രം ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, ഈ 2 പേരും തകർത്തിരിക്കുന്ന 2 കുടുംബങ്ങളാണ്. ഈ പറഞ്ഞിട്ടുള്ള 4 മക്കളെ കുട്ടികളുടെ ഫ്യൂച്ചറും കൂടിയാണ് അല്ലേ? ആ കുട്ടികൾ ഇനി സമൂഹത്തിന് മുമ്പിൽ എങ്ങനെ ഇറങ്ങി നടക്കും? എങ്ങനെ അവർ പഠിക്കും? ഈ പറഞ്ഞിട്ടുള്ള പഠിക്കാൻ പോകുന്ന സമയത്തായാലും ഇതുപോലുള്ള അപമാനങ്ങൾ സഹിച്ചു വേണ്ടേ അവർ വളരെ. ഓക്കെ, ഞാൻ ഇനി ഇവിടെ ഒരു വീഡിയോ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു. ഓക്കെ, തെറ്റല്ലാതാവുന്നില്ല. കാരണം ഇപ്പൊ വീട്ടിൽ എന്തുമാത്രം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും, എത്രത്തോളം പീഡനവും കാര്യങ്ങളൊക്കെ സഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും, മറ്റൊരു കുടുംബത്തെ അനാഥമാക്കിയിട്ടല്ല അവരവരുടെ ജീവിതം നോക്കേണ്ടത്. ഇപ്പൊ നീ നിന്റെ ലൈഫ് സേഫ് ആക്കണമെന്ന് നീ അത്രയും കാര്യങ്ങളൊക്കെ സങ്കടങ്ങളും ഒക്കെ അനുഭവിച്ചത് കൊണ്ടാണല്ലോ നീ നിന്റെ ലൈഫ് സേഫ് ആക്കാൻ വേണ്ടി ഒരുത്തന്റെ കൂടെ പോയത്. അപ്പൊ നീ എന്തുകൊണ്ട് ആ പുള്ളിക്കാരന്റെ ലൈഫിലുള്ള ഭാര്യയെയും 3 മക്കളെയും ഓർത്തില്ല? നിന്റെ സുഖം മാത്രം തേടിയല്ലേ നീ പോയത്? അത് ചെയ്തത് ശരിയാണോ? ഈ ഒരൊറ്റ കാര്യം മാത്രം ഈ ഷഹലയുടെ കൂട്ടുകാരി ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. ഇങ്ങനെ വെളുപ്പിച്ചത് കൊണ്ടൊന്നും യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല. ഞങ്ങളെ പോലുള്ളവർക്ക് അവളെ സപ്പോർട്ട് ചെയ്യാനായിട്ടും പറ്റത്തില്ല. ഇവിടെ കുറച്ച് ഓൺലൈൻ ആംഗ്ലമാര് ഒളിച്ചോടി പോയവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം. കുറച്ച് പേര് പറയുകയാണ്, എന്ത് ഒളിച്ചോടി പോകുന്ന ആദ്യത്തെ വ്യക്തി അല്ലല്ലോ ഇവരെന്ന്, ജീവിക്കട്ടെ. എന്തുകൊണ്ട് മറുവശത്തിൽ നിൽക്കുന്ന അമ്മയും 3 കുഞ്ഞുങ്ങളെയും ചിന്തിക്കുന്നില്ല? അതാരും കാണുന്നില്ല. ഒരു സൈഡില് 3 വ്യക്തികൾ പോട്ടെ, ആ കുഞ്ഞിനെ നമുക്ക് വിടാം. ഷഹലയും അവളുടെ കാമുകനും സന്തോഷമായിട്ടിരിക്കുമ്പോൾ ഒന്നും അറിയാത്ത 6 മാസമുള്ള പിഞ്ച് കുഞ്ഞടക്കം ഒന്നും അറിയാത്ത 3 കുട്ടികളും ഒരമ്മയും അവിടെ വിഷമിച്ച് സങ്കടത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. അതെന്താണ് ആരും മനസ്സിലാക്കാത്തത്? ഈ വോയിസ് ഒക്കെ ഇട്ടിരിക്കുന്ന കൂട്ടുകാരി എന്താ ചിന്തിക്കാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ കൂട്ടുകാരിനെ സപ്പോർട്ട് ചെയ്തത്? അവൾ അത്രയ്ക്ക് കഷ്ടതയും കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാൻ അവളെ സപ്പോർട്ട് ചെയ്തല്ല സംസാരിക്കുന്നതെന്ന് പറഞ്ഞാലും ഇതൊരു വെളുപ്പിക്കലായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് കൂടുതൽ വെളുപ്പിക്കാനൊന്നും നിൽക്കേണ്ട. കാണിച്ചത് ചെറ്റത്തരം എന്ന് പറഞ്ഞാൽ ചെറ്റത്തരം തന്നെയാണ്. എന്ത് തന്നെയായാലും നിയമപരമായിട്ട് കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു പോരുന്നത്. ഇത്രയൊക്കെ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയൊക്കെ കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് പരാതിപ്പെട്ടുകൂടാ? പോലീസ് ഇപ്പൊ നിയമപാലകരൊക്കെ എന്തിനാണോ ഉള്ളത്? ഇതുപോലുള്ള കാര്യങ്ങൾ ഒളിച്ചോടി പോകുന്നത് തെറ്റൊന്നുമില്ല, ഒളിച്ചോടി വേണമെങ്കിൽ പോവാം. പക്ഷെ അത് ഇങ്ങനെ മറ്റുള്ളവരെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ടാവരുതെന്നേ ഉള്ളൂ. വേറൊരു കുടുംബത്തിനെ അനാഥമാക്കിക്കൊണ്ട് പോകരുതെന്നേ ഉള്ളൂ. നിങ്ങൾ എന്തുകൊണ്ട് കല്യാണം കഴിക്കാത്ത ഒരു വ്യക്തിനെ പ്രേമിച്ച് പോയില്ല? എന്തുകൊണ്ട് ഒളിച്ചോടിയില്ല? എന്തുകൊണ്ട് ഒരു അമ്മയെയും 3 മക്കളെയും നിങ്ങൾ അനാഥമാക്കി? അതെന്താ? അത് തെറ്റല്ലേ? നിങ്ങൾ കുറെ അനുഭവിച്ചത് കൊണ്ടാണ് പോകുന്നതെന്ന് പറയുന്നു. അപ്പൊ അവരിനി എന്തൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നു? അവർക്ക് ജീവിക്കണ്ടേ ഇനി? അല്ല, ഈ പോയാൽ സ്വന്തം ഭാര്യയും മക്കളെയും നന്നായിട്ട് നോക്കാത്ത ഒരു വ്യക്തി മറ്റൊരു പുരുഷന്റെ ഭാര്യയെ എങ്ങനെയാണ് നന്നായിട്ട് നോക്കുന്നത്? മറ്റൊരു പുരുഷന്റെ ഭാര്യയും മറ്റൊരു പുരുഷന്റെ കുഞ്ഞിനെയും എങ്ങനെ നോക്കും? ചിലരൊക്കെ പറയുന്നുണ്ടല്ലോ, അവര് പോയി സന്തോഷമായിട്ട് സ്വന്തം കുഞ്ഞിനെയും സ്വന്തം മക്കളെയും ഭാര്യയെയും നോക്കാൻ പറ്റാത്ത ഒരുത്തൻ മറ്റൊരുത്തന്റെ ഭാര്യയും കുഞ്ഞിനെയും എങ്ങനെ നോക്കും? എങ്ങനെ സ്നേഹിക്കും? അവളുടെ കയ്യിലെ പൈസയും സ്വർണവും ഒക്കെ തീർന്നു കഴിയുമ്പോൾ അവളെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞിട്ട് ഈ ഇരുന്ന് സംസാരിക്കുന്ന ഞങ്ങളടക്കം ബാക്കിയുള്ള റിയാക്ഷൻ ചാനലുകളും അതെടുത്ത് സംസാരിച്ചില്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ വിളിച്ചു. സത്യം. ഓക്കെ, ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഷഹലയുടെ ഒരു കൂട്ടുകാരിയുടെ ഒരു വോയിസ് ഒക്കെ നമ്മൾ കേട്ടതാണ്. എൻ്റെ ചാനലിലൂടെ ഞാൻ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് ന്യായീകരിക്കുന്ന ഒരു കൂട്ടുകാരിയാണ് കണ്ടത്. അപ്പം ഇതുപോലുള്ള യുവതിമാർ, സ്ത്രീകൾ രംഗത്ത് വരണം. കാരണം ഈ കേസ് കെട്ടിനെയൊന്നും ഒരിക്കലും ന്യായീകരിക്കില്ല. കാരണം ഇതിനെയൊക്കെ ശക്തമായിട്ട് നമ്മൾ പ്രതികരിച്ചാൽ മാത്രമേ ഇനി ഇങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുന്നുള്ളൂ. ഇതിനെയൊക്കെ ന്യായീകരിക്കും തോറും, സപ്പോർട്ട് ചെയ്യും തോറും ഇത് വീണ്ടും വീണ്ടും ആളുകൾ ഇത് ആവർത്തിക്കത്തേ ഉള്ളൂ. എത്ര കുടുംബങ്ങളാണ് നശിച്ച് നാരായണക്കല്ലായി പോകുന്നതല്ലേ? എന്നാലോചിച്ച് നോക്കി. ഇനി ഒരു വീഡിയോ കൂടെ ഞാൻ ഇവിടെ വെച്ചുതരാം, അതുകൂടെ ഒന്ന് കണ്ടു. ഇതിൽ ഒരുപാട് സന്തോഷമുള്ള നിമിഷമാണിത്. കാരണം എന്നെപ്പോലുള്ള ഓരോ വ്യക്തികളും ഇവളെ കാണാനില്ല എന്ന് പറഞ്ഞ മുതലേ വീഡിയോ ചെയ്യുന്നുണ്ട്. എത്രത്തോളം വൈറലായി. അവസാനം ഇത് ഒളിച്ചോട്ടാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെയും ഒളിച്ചോട്ടത്തിനെ കുറിച്ച് പറഞ്ഞ് വീഡിയോ ചെയ്ത് അതും അത്രത്തോളം വൈറലായി. അവസാനം ഇതാ ഇവരെ വാളയാറെ വെച്ച് തിരിച്ചറിഞ്ഞ് കണ്ടുകിട്ടി. അവസാനം ഇതാ ഇവരെ നാട്ടിൽ കൊണ്ടുവന്ന് പോലീസ് മുഖേന ആ കുട്ടിയെ, അതായത് ഇവൾ പ്രസവിച്ച കുട്ടിയെ ആ കുട്ടിയുടെ വാപ്പാക്കനെ തിരിച്ച് കിട്ടി എന്ന് കണ്ടപ്പോൾ മനസ്സ് നിറഞ്ഞ സന്തോഷമാണ്. എന്നാൽ എന്നെപ്പോലുള്ള ഓരോ വ്യക്തികളും ഒളിച്ചോട്ടത്തിനെ ഒരിക്കലും വിമർശിക്കുന്നില്ല. ഈ ഒളിച്ചോട്ടത്തിനെ ഞാൻ അത്രത്തോളം വിമർശിച്ചാണ് ആ വീഡിയോ ചെയ്തുകൊണ്ടാണ് ഇത്രത്തോളം വൈറലായത്.
അതിൽ വന്ന കമൻറ്റ് ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടാണ്. പക്ഷെ ഇവർക്കൊരു കുടുംബമില്ല കാര്യം ഈ കമൻ്റ് ഇടുന്ന ആൾക്കാർ ഒരു നിമിഷം ചിന്തിച്ചിട്ടില്ല. അതിപ്പോൾ കല്യാണം കഴിക്കാത്ത ഒരു വ്യക്തികളാണ് ഒളിച്ചോടുന്നുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് നമുക്കൊരു വീഡിയോ ചെയ്ത് സംസാരിക്കാം. അവർ വീട്ടുകാർ നടത്തി കൊടുക്കാത്തത് കൊണ്ടല്ല അവർ ഒളിച്ചോടുന്നത്, അവർ ഇഷ്ടമല്ലേ, അവർ എങ്ങനെ ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്യാം. പക്ഷെ ഇത് നിലവിൽ കല്യാണം കഴിച്ചിട്ട് ഇവക്ക് ഭർത്താവും മകനും ഇദ്ദേഹത്തിന് ഭാര്യയും മക്കളും ഉണ്ട്. അപ്പോൾ ഇയാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളെ കൂടെ ഈ റാഫി എന്ന് പറഞ്ഞാൽ നായകട്ട് റാഫിയാണ്. ഇയാളെന്ന് പറഞ്ഞാൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു മെയിനുള്ള ഒരു മനുഷ്യനാണ്. ഇയാളെ ഭാര്യനൊക്കെ മർദ്ദിക്കാറുണ്ട്. ഇയാൾ എത്രത്തോളം ദുഷിലുള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ ഇവളോട് ഈ ഭർത്താവ്, ഈ ഒരു മനുഷ്യനില്ലേ, ഇവളോട് ഭർത്താവ് അത്രത്തോളം നല്ലൊരു മനുഷ്യനാണ്. ആ ഒരു മനുഷ്യനെ കളഞ്ഞിട്ടാണ് ഇവളെ ഇഷ്ടത്തിന് ജീവിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചത്. ഇയാൾ കൂടെ ജീവിച്ചപ്പോൾ ഇവർക്ക് അത്രത്തോളം തൃപ്തിയായിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാവാം ഇങ്ങനത്തെ ഒരു തീരുമാനം എടുത്തത്. എന്തായാലും ഇനി അങ്ങോട്ട് അവരവരെ വയ്യായി. ഇനി ഇതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നില്ല. ഇപ്പോഴത്തെ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടി നിങ്ങളെ കണ്ടില്ലേ. ഞാൻ കണ്ടപ്പോൾ എൻ്റെ മനസ്സ് തൃപ്തിയായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇതേപോലുള്ള ചതികൾ പ്രവാസികളിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ. ഇതിനു മുമ്പ് ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. പ്രവാസികളുടെ ജീവിതത്തിൽ അവരുടെ ഭാര്യമാർ അവർ വഞ്ചിച്ചിട്ട് പല പെണ്ണും വയ്യാതരായിട്ടുണ്ട്. അതേപോലെ ഷഹല ആവാതിരിക്കട്ടെ എന്ന് ഇയാളെക്കുറിച്ച് കേൾക്കുമ്പോൾ വളരെ മോശമായിട്ടാണ് അറിയാൻ സാധിച്ചത്. ആരും ഇന്നത്തെ കാലത്ത് നല്ലതല്ല. ഈ പറയുന്നത് ഞാൻ അത്ര വലിയ നല്ലതാണെന്നല്ല. ഇയാൾ കഞ്ചാവും പല വീക്ക്നെസ്സും ഉണ്ടെന്നാണ് അറിയാൻ പറ്റിയത്. ഈ റാഫി എന്ന് പറഞ്ഞാൽ ഈ നായകട്ട റാഫി, അങ്ങനെയാണ് ഇയാൾ അറിയപ്പെടുന്നത്. എന്തായാലും ഷഹലക്കൊന്നും വരാതിരിക്കട്ടെ, ജീവിതം സേഫ് ആവട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥനയുള്ളൂ. എന്തായാലും ഇദ്ദേഹത്തിന് കുഞ്ഞിനെ കിട്ടിയല്ലോ. ഇതിനെ ന്യായീകരിക്കുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കി. ഇപ്പം ആർക്ക് പോയി? ഷഹലാക്ക് പോയി. ഷഹലായെ ആ പ്രവാസി സ്വീകരിക്കില്ല. ഷഹലയുടെ വീട്ടുകാർ സ്വീകരിക്കില്ല. ഇത് ഇവിടെ ഒറ്റപ്പെട്ടു പോയതാരാണ്? ഷഹലയാണ് പോയത്. ഇനി മറ്റവൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അവനിക്ക് കിട്ടുക, അവൻ്റെ കുടുംബം അവനിക്ക് തിരിച്ചു കിട്ടും. വേറൊന്നുമില്ല. ആ 3 കുട്ടികളെയും കൊണ്ട് ആ ഭാര്യ എന്ത് ചെയ്യും? ലാസ്റ്റ് അവർക്ക് നിവൃത്തിയില്ലാതെ വരുമ്പോഴത്തേക്ക് ഇവൻ കരഞ്ഞ് കാല് പിടിക്കുമ്പോഴത്തേക്ക് അവർ ഓക്കെ ഞാൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവർ കൂടെ താമസിക്കും. അതാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ. അപ്പം പെട്ടുപോകുന്ന ആരാണ്? ഷഹലാണ്. അപ്പോൾ ഇതുപോലെ കുറേ ശകലന്മാരുണ്ട്. ഇതുപോലെ കുറേ അവന്മാരുടെ വാക്കും കേട്ടുകൊണ്ട് ഇറങ്ങി തിരിച്ച് പോയിട്ട് 1-2 ദിവസം കഴിഞ്ഞിട്ട് അവന്മാരെ കാര്യം കഴിയുമ്പോഴത്തേക്ക് അവന്മാർ തിരിച്ച് വീട്ടിൽ കൊണ്ട് വിടുകയോ അല്ലെങ്കിൽ പിടിക്കുന്ന സമയത്ത് കൈയും തട്ടിയിട്ട് പോകുന്നൊരു പരിപാടി ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് ഇവിടെ ഇറങ്ങിപ്പോകുന്ന പെണ്ണുങ്ങളെ ഭാവിയാണ് നശിച്ച് നാറായണക്കല്ലാവുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ലാസ്റ്റ് നാണം കെട്ട് ജീവിക്കേണ്ടി വരും. ഇനി ഞാനിവിടെ ഒരു വീഡിയോ വെച്ച് തരാം. 5 കാര്യങ്ങൾ പ്രവാസിയായിട്ടുള്ള യുവാക്കൾക്ക് വേണ്ടിയിട്ട് 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം, സ്കിപ്പ് അടിക്കാതെ കാണണം. പുള്ളി പറയുന്നത് കറക്റ്റ് കാര്യം തന്നെയാണ്. ഈ ഒരു സഹോദരൻ പറയുന്നത് ഞാനിവിടെ ഒന്ന് വെച്ച് തരാം. അപ്പോൾ എന്തായാലും ഇത് ഒരുപാട് ആളുകൾക്ക് ഈ ഒരു വീഡിയോ, ഈ സഹോദരൻ പറയുന്ന 5 കാര്യങ്ങൾ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. ചാനൽ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഓക്കെ. അപ്പോൾ ഞാനിവിടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു. ഓക്കെ. പ്രവാസികളായ ഭർത്താക്കന്മാർ ഭാര്യമാരോട് ചെയ്യാൻ പാടില്ലാത്ത ഒരു 7 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്രവാസ ലോകത്ത് ജീവിക്കുമ്പോൾ പല പ്രയാസങ്ങളും ഉണ്ടാകും. എന്നാൽ നാട്ടിലുള്ള ഭാര്യമാരെ പരിഗണിക്കുന്നത് വീഴ്ച വരുത്തുന്നുണ്ടോ എന്ന് ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. ദയവായി വീഡിയോ മുഴുവൻ കാണുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ കാര്യം സുഹൃത്തുക്കളെ, നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് വീട്ടിലുള്ളവരോട്, ഭാര്യമാരോട് കണക്കുകൾ മാത്രം സംസാരിക്കുക എന്നത് ഒഴിവാക്കണം. ഞാൻ അന്ന് അയച്ച പൈസ എന്ത് ചെയ്തു, അത് എന്ത് ചെയ്തു, മറ്റേതങ്ങനെ കണക്കുകൾ മാത്രം ഒരു അക്കൗണ്ടൻ്റായ രീതിയിൽ ഭാര്യയെ കാണുന്ന പലരുമുണ്ട്. പല അനുഭവങ്ങളും ഉണ്ട്. നമ്മൾ തന്നെ കമൻറ്റ് ബോക്സിൽ തന്നെ പല സഹോദരിമാരും നമ്മളോട് ഉണർത്തുന്ന കാര്യമാണ്. ആ രീതി ഒന്ന് മാറ്റിപ്പിടിച്ച് നമ്മൾ ആദ്യമായി കോൾ ചെയ്യുമ്പോൾ അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അന്വേഷിച്ച് മാത്രം നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ് സാമ്പത്തികം. അത് അന്വേഷിക്കാൻ പാടില്ല എന്നതല്ല. നമ്മൾ അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി മുന്നോട്ട് വെക്കുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ ഭാര്യയ്ക്കും ചിലപ്പോൾ തോന്നും, ഒന്നിലെനിക്ക് എന്നോട് വിശ്വാസമില്ല, അല്ലെങ്കിൽ എന്നോട് സ്നേഹമില്ല, എന്നൊരു കണക്ക് കൂട്ടുന്ന ആളായി മാത്രമാണ് കാണുന്നത്. അത് പിന്നെ മറ്റുള്ള പല ചിന്തകളിലേക്ക് പോവുകയും നമ്മുടെ ദാമ്പത്യ ബന്ധം ഒരു സുഖകരമല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്നത്, നീ നാട്ടിൽ സുഖിക്കുകയാണല്ലേ എന്ന് ചിലപ്പോൾ ഭർത്താക്കന്മാർ പറയും.
പറയുക എന്നത് മാത്രമല്ല, ആ ഒരു മെന്റാലിറ്റി നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നത് പോലും ഒരു തെറ്റാണ്. കാരണം നാട്ടിൽ ഭാര്യമാർ കുടുംബം നോക്കുന്ന, മക്കളെ നോക്കുന്ന, അവരുടെ PTA മീറ്റിങ്ങുകൾ, അവർക്ക് അസുഖമായാൽ പരിചരിക്കുന്ന തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മുടെ ഉമ്മമാർ, നമ്മുടെ ഭാര്യമാർ, സഹോദരിമാർ. അപ്പോൾ അവർക്ക് നിനക്ക് നല്ല സുഖമാണല്ലോ എന്ന രീതിയിലുള്ള ഒരു ടോക്ക് ചെയ്തുകൊണ്ട് അവരെ അക്ഷരാർത്ഥത്തിൽ അവഗണിക്കുന്ന ഒരു സംസാരമാണ്. ഘട്ടത്തിലൂടെ പോകുന്ന നമ്മുടെ സഹോദരിമാർ, അവരെ സപ്പോർട്ട് ചെയ്യുക എന്നത് ആണ് നമ്മുടെ ഭാഗത്തുള്ള ഒരു കടമ. അപ്പൊ അവർക്ക് കിട്ടുന്ന ഒരു ശക്തി, അവരെ ഭാര്യമാരുടെ ഏറ്റവും വലിയ ശക്തി എന്നത് ഭർത്താക്കന്മാരാണ്. പക്ഷേ ഗൾഫിലുള്ള പ്രവാസികൾ ചിലപ്പോൾ അത് മനസ്സിലാക്കുന്നില്ല. കാരണം എന്താണ്? പ്രവാസ ലോകത്ത് നമുക്ക് ഒരുപാട് ഒറ്റപ്പെടലും ബുദ്ധിമുട്ടുകളും ജോലിപരമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് വീട്ടിലെത്തുക എന്നത് വലിയ സംഭവമാണ്. പക്ഷെ വീട്ടിൻ്റെ ചുറ്റുപാടിൽ നമ്മുടെ ഭാര്യമാർ ചെയ്യുന്ന കാര്യങ്ങൾ അത് നമുക്ക് മനസ്സിലാവുന്നില്ല എന്നത്, അത് അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല. ഒരു കാര്യം, ജോലി സ്ഥലത്തുണ്ടാവുന്ന സ്ട്രെസ്സുകൾ. ഇപ്പോൾ തന്നെ നമുക്ക് ചൂട് കാലമാണ്, ചൂട് സഹിക്കുന്ന ആളുകൾ, അങ്ങനെ ജോലി ചെയ്യുന്ന പലരും, കാലാവസ്ഥ ചിലപ്പോൾ തണുപ്പായിരിക്കും, ചിലപ്പോൾ ചൂടായിരിക്കും, ചിലപ്പോൾ ടെൻഷനായിരിക്കും, ചിലപ്പോൾ മേലധികാരിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഷൗട്ടിങ്ങുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് വലിയ ഒരു സ്ട്രെസ്സിലേക്കും വലിയൊരു ടെൻഷനിലേക്കും ബുദ്ധിമുട്ടിലേക്കൊക്കെ എത്തും. എന്നാൽ ഫോണ് വിളിക്കുമ്പോൾ കുട്ടികളുടെ അടുത്തും നമ്മുടെ ഭാര്യമാരുടെ അടുത്തും ആ ഒരു ദേഷ്യം പ്രകടിപ്പിക്കുക എന്നത് ചിലപ്പോഴൊക്കെ ഇത്തരം ഭർത്താക്കന്മാരിൽ കാണാറുണ്ട്, പിതാക്കളിൽ കാണാറുണ്ട്. ഫോണ് വിളിച്ച് ഷൗട്ട് ചെയ്യുക എന്നത്. ഇപ്പോൾ ദൂരെ ദിക്കിലിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമ്മുടെ ദേഷ്യം അവരിലേക്ക് പാസ് ചെയ്യുമ്പോൾ അവർ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. ചിലപ്പോൾ റൊമാൻസ് ആയിരിക്കും, പിതൃത്വം, വാത്സല്യം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോൾ അത് നമ്മുടെ കമ്മ്യൂണിക്കേഷനെ ബാധിക്കുമ്പോൾ അത് ദാമ്പത്യത്തിനെയും നമ്മുടെ കുടുംബജീവിതത്തിനെയും വല്ലാത്ത രീതിയിൽ അത് ബാധിക്കും. അത് നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കാൻ മടി കാണിക്കുന്നു എന്നതാണ്. അതിന് പല കാര്യങ്ങൾ, പല എക്സ്ക്യൂസുകൾ നമുക്ക് പറയാനുണ്ടാവും. ഒന്നാമത്തത്, പലരും താമസിക്കുന്നത് കൂടെ താമസിക്കുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ നമുക്ക് അനാവശ്യമായ സ്നേഹപ്രകടനങ്ങളോ റൊമാൻസിലേക്കൊന്ന് കടക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. എന്നാൽ നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ നമ്മുടെ ദാമ്പത്യ ജീവിതം സുഖകരമാക്കാൻ ഞാൻ നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട 5 ലവ് ലാംഗ്വേജസ്, എങ്ങനെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർ ചിലപ്പോൾ ഫോണിലൂടെ ചിലപ്പോൾ ഒരു ഐ ലവ് യു എന്ന് പറയാൻ കൊതിക്കുന്നുണ്ടാവും. ഒരു കിസ് ഫോണിലൂടെയെങ്കിലും കിട്ടുക എന്നത് ആഗ്രഹിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് എനിക്ക് കിട്ടിയാലോ എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. തുടങ്ങിയ ഒരു ഭാര്യമാരുടെ മനസ്സ് ചിലപ്പോൾ കുട്ടികളുടെ മനസ്സ് പോലെ സ്നേഹം കൊതിക്കുകയാണ്. അപ്പോൾ അത് എവിടെ നിന്നാണ് കിട്ടുന്നത്? കിട്ടേണ്ട ഇടങ്ങളിൽ നിന്ന് കിട്ടാതിരിക്കുമ്പോൾ അവർ കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് പോകുമെന്നതാണ് പുതിയ കാല വാർത്തകളിലൂടെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് അത് നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ കിട്ടാൻ നമ്മൾ സമയം കണ്ടെത്തണം. എത്ര ജോലി തിരക്കാണെങ്കിൽ പോലും നമ്മൾ ഒരു ഭർത്താവാണ്. ഭർത്താവിൻ്റെ ഉത്തരവാദിത്തം പണമഴക്കുക എന്നത് മാത്രമല്ല എന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടത് കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യമാണ് സംശയം എന്നത്. പലർക്കും സംശയരോഗം കൊണ്ട് കുടുംബം കലങ്ങിയ, ഡിവോഴ്സിലേക്കെത്തിയ, കൊലപാതകത്തിലേക്കെത്തിയ പല കാര്യങ്ങളുമുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ സംശയം എന്നത് മറ്റൊരാളുമായി കോൾ ചെയ്യുന്നുണ്ടോ, മറ്റൊരാളുമായി വേറെന്തെങ്കിലും ബന്ധമുണ്ട് എന്ന രീതിയിൽ കോൾ ചെയ്യുന്ന സമയത്ത് അനാവശ്യമായി സംശയിക്കുക എന്നത് പലപ്പോഴും ഒരു ഘടകമാണ്. ആരുടെ ഓട്ടോയിലാണ് നീ പോയത്, ആരുടെ കൂടെയാണ് പോയത്, അങ്ങനെ നിരന്തരം ഭാര്യയെ സംശയത്തിൻ്റെ മുനയിൽ നിർത്തുക എന്നത് നമ്മുടെ ദാമ്പത്യ ജീവിതം തകരാൻ വലിയൊരു കാരണമാണ്. ഭാര്യമാരെ നമ്മൾ പരിചരിക്കണം, അവരെ അന്വേഷിക്കണം, അവരെ നോക്കണം എന്നത് പ്രധാനമാകുമ്പോൾ തന്നെ ഇത്തരം അനാവശ്യമായ സംശയങ്ങൾ നമ്മുടെ ജീവിതത്തിനെ സാരമായ രീതിയിൽ ബാധിക്കുന്ന കാര്യങ്ങളാണ്. വീഡിയോ ഞാൻ നീട്ടുന്നില്ല. ഈ പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ, ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പങ്കുവെക്കാം.
കാര്യങ്ങൾ പാലിച്ച് ഒഴിവാക്കേണ്ടത് ഒഴിവാക്കി നമ്മുടെ ജീവിതത്തെ സന്തോഷകരമാക്കാൻ നമുക്ക് സാധിക്കട്ടെ.